Welcome to One Media, One Movie, One Week segment, Ribbon Talks. നമ്മൾ സിനിമ നിരൂപകരെല്ലാം ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു വേർഡാണ് ക്ലീഷേ. ഒരു ക്ലീഷേ ഡയലോഗോടുകൂടിയാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. One Media. വി ബാഡ്ലി നീഡ് യുവർ സപ്പോർട്ട്. താങ്ക് യു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ വർഷം ഏറ്റവും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. മൂവി നെയിം ഐ നോബഡി. മൂവി എന്തുകൊണ്ട് പ്രത്യേകതയുള്ളതാകുന്നു എന്നതിൻ്റെ ഒരു കാരണം നമ്മൾ പരിശോധിച്ചാൽ, സംവിധായകൻ നിസാം ബഷീർ, അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ രണ്ടും കെട്ടിയോളാണ് എൻ്റെ മാലാഖ, റോഷാക്ക്. എനിക്ക് തോന്നുന്നു 2022 ഇറങ്ങിയിട്ട് ഇപ്പോഴും കൾട്ട് സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയയിൽ മാനേജ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അത്തരം ഒരു സംവിധായകൻ, അത്തരം ഒരു ക്രൂ പൃഥ്വിരാജിനെ പോലെ യങ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ കൂടെ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സൂപ്പർ എക്സൈറ്റിംഗ് ഫോർ സിനിഫൈൽസ്. സിനിമയിലേക്ക് വന്നാൽ അതിൻ്റെ ടാഗ് ലൈൻ പോലെ തന്നെ എവരിബഡി ആസ് എ നോബഡി എന്ന് പറയുന്ന അതിൻ്റെ ടാഗ് ലൈൻ പോലെ തന്നെ ആ ടാഗ് ലൈനോട് നീതി പുലർത്തുന്ന സബ്ജക്റ്റാണ് സിനിമ. ഒരു പൃഥ്വിരാജ് ഇതിൻ്റെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലൊക്കെ പറഞ്ഞിരുന്നു ഇതൊരു മിക്സഡ് ജോണറാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ക്രൈമുണ്ട്, ഓഫ് കോഴ്സ് ദർ ഈസ് എ ഹേസ്റ്റ്, സോ ഫാമിലി ഡ്രാമ, ആക്ഷൻ, അപ്പോൾ അങ്ങനെ പല ജോണറുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ റിവ്യൂവിൽ എൻ്റെ വ്യക്തിപരമായ ഒരു ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവിൽ ഇവിടെ റിവ്യൂവേഴ്സ് പറഞ്ഞു കാണുന്നത് ഒന്നുകിൽ വളരെ നല്ലത് അല്ലെങ്കിൽ വളരെ മോശം എന്നുള്ളതാണ്. ഞാൻ ആ കൺസെപ്റ്റിനെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ദർ ഈസ് സംതിങ് ലൈക്ക് അതിൻ്റെ ഈ വളരെ നല്ലതിനും വളരെ മോശം എന്ന് പറയുന്നതിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. സിനിമകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു റിവ്യൂ എന്ന നിലയിൽ നമുക്ക് കൊടുക്കാവുന്നത് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ തരത്തിലായിരിക്കും എൻ്റെ ഒരു സിനിമ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സിനിമാ നിരീക്ഷണങ്ങളും. അതൊരു എന്താ പറയുക, ഒരു അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. സിനിമയിലേക്ക് വന്നാൽ ഇറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മിക്സഡ് ടോണറാണ്. ഫാമിലി ഡ്രാമയുണ്ട്, ഹീസ്റ്റുണ്ട്, ആക്ഷനുണ്ട്, അങ്ങനെ എല്ലാം കൂടി കലർന്നിട്ടുള്ളത്. അപ്പോൾ രാജീവൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, പൃഥ്വിരാജ് ചെയ്യുന്ന സെൻട്രൽ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കുടുംബം, പാർവതി തിരുവോത്താണ് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ള. കൂടെ അതുപോലെ ഇന്ന് നിൻ്റെ മൊയ്തീൻ, 2 സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം അവരുടെ റീയൂണിയൻ എന്നൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ആദ്യ പകുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഇത്രയും എൻഗേജിങ് ആയിട്ടുള്ള മേക്കിംഗ് കൊണ്ടും സിനിമയുടെ ഇതെങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നതെന്ന് നമുക്ക് ഓരോ സെക്കൻഡിലും ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ആദ്യ പകുതി പിന്നെ നിസാം ബഷീറും സംഘവും ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് മറ്റേ ഓപ്പണിംഗ് സീൻ തന്നെ നമ്മളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. പക്ഷേ പിന്നീടുള്ള സിനിമയുടെ ഓരോ സീക്വൻസിലും വാട്ട് നെക്സ്റ്റ് എന്ന് പ്രേക്ഷകന് നമ്മൾ എഡ്ജ് ഓഫ് എ സീ ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീൽ ആദ്യ പകുതിക്ക് നൽകാൻ കഴിയുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴാണ് സിനിമ ചെറുതായിട്ടൊന്ന് ഡൗൺ ആകുന്നത്. ദർ ഈസ് നമ്മൾ സ്ക്രീൻ പ്ലേ ഫോൾസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ രണ്ടാം പകുതിയിൽ ചിലയിടത്ത് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഒരു ലൂസ്ലി പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും കൂടി ചേരുമ്പോൾ രണ്ടാം പകുതിയെക്കുറിച്ച് തീർച്ചയായിട്ടും റിവ്യൂവേഴ്സിനൊരു അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ വരാറുണ്ട്. എന്തായാലും ഓവറോൾ ഇതൊരു മോശമല്ലാത്ത സിനിമയാണെന്നാണ് എൻ്റെ പക്ഷം. നമ്മൾ നേരത്തെ റോഷാക്കിനെ കുറിച്ച് പറഞ്ഞ പോലെ റോഷാക്ക് ഉണ്ടാക്കി വെച്ച ആ സമയത്ത് ഒരു പക്ഷേ പോസ്റ്റ് കോവിഡിന് ശേഷം മമ്മൂക്കയുടെ പെർഫോമൻസിനെ പ്രൈസ് ചെയ്യുന്ന എല്ലാവരും ആദ്യം എടുത്ത് പറയുന്നൊരു സിനിമയാണ് റോഷാക്ക്. അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അതേ ടെക്നിക്കൽ ക്രൂവിനെ ഏതാണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് നിസാം ഇത്തവണയും. സമീർ അബ്ദുള്ളാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് സംവിധായകൻ്റെ കൂടെ. ദിനേശ് പുരുഷോത്തമൻ സിനിമോഗ്രാഫി. ദിനേശിൻ്റെ ഈ സിനിമോഗ്രാഫി എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ്, ബസ്സിനകത്ത് ഒരു സീനുണ്ട്, അതുപോലെ ലിഫ്റ്റിൽ വെച്ച്, അതായത് ഈ ആക്ഷൻ സീൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൊണ്ടാടിയ ഒരു ആക്ഷൻ സിനിമയാണ് കില്ല് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഇറങ്ങിയത്. ഈ ആക്ഷൻ സീക്വൻസ് ഈ ചെറിയ സ്പേസിനുള്ളിൽ, ലിമിറ്റഡ് സ്പേസിനുള്ളിൽ ചെയ്യുമ്പോൾ
ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് കുറേ കൂടി പെർഫെക്ഷനും, അത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള, അത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അങ്ങനെ വിജയകരമായി ഷൂട്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ശരിക്കും ആക്ഷൻ കൊറിയോഗ്രാഫി ഭയങ്കര എക്സൈറ്റിങ്ങും എൻ്റർടൈനിങ് ആവുന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ഈ കില്ല് ഭയങ്കര ഹിറ്റാവുന്നത് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് സ്പേസിലുള്ള ഗംഭീര ഫൈറ്റുകൾ ഈ സിനിമയുടെ ഇതാണ്. അത് പക്ക തിയേറ്റർ വാച്ചാണ്. യു വിൽ നോട്ട് ബോർഡ് ഓർ എന്താ പറയുക, അത് നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഈ സിനിമയിൽ ഓരോ ആക്ഷൻ സീക്വൻസും. അത് ആക്ഷൻ സീക്വൻസിൻ്റെ ഒപ്പം പറയേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഒരു ഹീറോയിക് ആക്ഷൻ അല്ല ഇതിനകത്തുള്ളത്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കൂടെ എന്ന് പറയുന്ന സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പെർഫോമൻസ് വൈസ് പൃഥ്വിരാജിന് ഒരുപാട് പിന്നെ അഭിനന്ദനം ലഭിക്കാൻ പോകുന്ന സിനിമയായിരിക്കും ഇത് ഐ നോബഡി എന്ന് പറയുന്നത്. കാരണം ഓരോ സീനിലും സാധാരണ അതല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു പിന്നെ ആക്ഷൻ സീൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഒരു ഹൈ മൊമെൻറ്റ് വരുമ്പോഴൊന്നും അയാളിലെ ആ സാധാരണത്വം, രാജീവൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ബോഡി ലാംഗ്വേജ് മുതൽ ലിപ്പ് മൂവ്മെൻറ്റ് മുതൽ എല്ലാതും എങ്ങനെയാണോ ആ കഥാപാത്രം ഉള്ളത് അത് തന്നെയാണ് പുള്ളി ഓരോ സീനിലും മാനേജ് ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് ഫാമിലി, ഈ പാർവതി തിരുവോത്താണ് പെയറായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ, 2 കുട്ടികൾ. ഈ അവരുടെ ആ ഫാമിലിക്കകത്ത് വരുന്ന സീനുകളൊക്കെ രസകരമായിട്ട് വർക്കൗട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുന്ന ഒരു നമുക്ക് ചില സമയത്ത് നമുക്ക് ഒരു പ്രേക്ഷകന് സിമ്പതി ആ കുടുംബത്തോട് പലപ്പോഴും തോന്നും. അത് തന്നെയായിരിക്കും സംവിധായകനും സംഘവും ശ്രമിച്ചിട്ടുണ്ടാവുക. ലൈക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു നായകനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നായകൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരോട് സോഫ്റ്റ് കോർണർ ഉണ്ടാക്കാൻ ചെയ്യുന്ന ആ ഫാമിലിയിലകത്തുള്ള പരിപാടികളൊക്കെ കുട്ടികളൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഞാൻ ഈ പറഞ്ഞ ഫ്ലോസിൽ അത് ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ സാധ്യതയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരിക്കുന്നത്. കാരണം എങ്ങനെ ആളുകൾ എടുക്കും. കാരണം അതാണ് പറഞ്ഞത്, ആദ്യ പകുതി അത്രയും ഫാസ്റ്റ് പേസിങ്ങും അതിൻ്റെ എല്ലാ ഏരിയയും ബ്രില്യൻ്റ് ആയിട്ട് പോയിട്ടും സെക്കൻഡ് ഹാഫിൽ ആ ഫ്ലോ നഷ്ടപ്പെടുമ്പോൾ ഒരു പക്ഷേ ചെറിയ നിരാശ ആളുകൾ വന്നാൽ, ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട കുറച്ച് പ്രതികരണങ്ങളിൽ നിന്നും എനിക്കത് തോന്നിയിരുന്നു. ദേ ആർ എ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ് അബൌട്ട് ദ സെക്കൻഡ് ഹാഫ്, എസ്പെഷ്യലി ദ ക്ലൈമാക്സ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഓഫ് കോഴ്സ് ഞാൻ ഈ മൂവി അങ്ങനെ തിയേറ്റർ വാച്ചിന് റെക്കമെൻഡ് ചെയ്യും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ടതാണ്. ജെയ്ക്സ് ബിജോയാണ് ചെയ്തിട്ടുള്ളൊരു മേ ബി വൺ ഓഫ് ദ ബിസിയസ്റ്റ് മാൻ ഇൻ ദ പ്ലാനറ്റ് ആയിരിക്കും ജെയ്ക്സ്. കാരണം ഈ സിനിമ ഇനിയിപ്പോൾ ഓണത്തിന് ഇറങ്ങുന്ന 3 സിനിമയും ജെയ്ക്സ് ഇറങ്ങുന്ന ഒരേ സമയം ഇറങ്ങുന്ന 3 സൂപ്പർ സ്റ്റാർ സിനിമകൾ, പിന്നെ മൈ ഗെയിം, പൃഥ്വിരാജിൻ്റെ തന്നെ ഖലീഫ, അതുപോലെ തുടക്കം. അപ്പോൾ ഈ 3 സിനിമകളും ചെയ്യുന്നത് ജെയ്ക്സാണ്. അപ്പോൾ ജെയ്ക്സിൻ്റെ BGM ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഈ ചില മൊമെൻറ്റുകളെ ഹൈ ആക്കുന്നതിൽ, എസ്പെഷ്യലി ഇൻ്റർവൽ ബ്ലോക്ക്, അതൊക്കെ ജെയ്ക്സ് തകർത്തിട്ട് തന്നെയുണ്ട്. ഇനി പല റീലുകളിലും നമുക്ക് ആ BGM കാണാം എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. സോ ഓവറോൾ ഈ ടെക്നിക്കൽ സൈഡിൽ ഈ പറഞ്ഞ പോലെ റമീസിൻ്റെ എഡിറ്റിംഗ് ആസ് യൂഷ്വൽ പുള്ളിയുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ലെങ്തിയാണ് സിനിമ, ഒരു 2 മണിക്കൂർ 48 മിനിറ്റ് ലെങ്ത് ഉണ്ട് സിനിമയ്ക്ക്. അതിന് ചേർന്നിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ വീക്കിൽ ഇറങ്ങിയതിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ഐ നോബഡി. ഞാൻ വീണ്ടും അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു തന്നെ പറയുന്നു, ദർ ഈസ് സം ലൂസ് സബ്ജക്റ്റ് ലൈക്ക് ലൂസ് ഹോൾസ് ഇൻ ദ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ്. അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം സിനിമയ്ക്ക് കയറാൻ. പക്ഷേ നിങ്ങൾ ആരും അങ്ങനെ പൂർണ്ണമായും നിരാശരായിട്ട് തിയേറ്റർ വിട്ടിറങ്ങേണ്ടി വരില്ല. കാരണം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പിടി രംഗങ്ങളും ഒരു പിടി മൊമെൻറ്റുകളും സിനിമയിലുണ്ട്. സോ എൻജോയ് ദ മൂവി. വീണ്ടും മറ്റൊരു അടിപൊളി സിനിമയുമായി 1 മൂവി 1 വീക്ക് റിബിൻ ടോക്ക് സെഗ്മെൻറ്റിൽ നമുക്ക് കാണാം. റിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.